അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതം ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ശാന്തമായി, ചിലപ്പോൾ അതിശക്തമായി. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഒഴുക്കിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നമുക്ക് എന്താണ് വേണ്ടതെന്ന്? കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ജോലിയിൽ തടസ്സങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയുടെ ആയുധം, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തി, അതാണ് ക്ഷമ. അള്ളാഹു ക്ഷമയെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്നു. ഖുർആനിലെ 90-ൽ അധികം സ്ഥലങ്ങളിൽ ക്ഷമയെ പരാമർശിച്ചിട്ടുണ്ട്. അതിലൊരു കൽപ്പന ഇതാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക. നിശ്ചയം അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നിങ്ങൾ നിങ്ങളുടെ വേദനകളെ അള്ളാഹുവിനു വേണ്ടി സഹിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം കണക്കാക്കാൻ കഴിയില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഒരു വിശ്വാസിക്ക് എന്ത് വിഷമം വന്നാലും, ക്ഷീണം വന്നാലും, രോഗം വന്നാലും, ഒരു മുള്ള തറച്ചാൽ പോലും അള്ളാഹു അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കില്ല. ക്ഷമ എന്നത് വികാരങ്ങളെ ഒതുക്കി നിർത്തുന്ന ഒരു അവസ്ഥ മാത്രമല്ല, അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ആരാധന കൂടിയാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്, അവങ്കലിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്ന് പറയുക. ഇത് നമ്മെ ശാന്തരാക്കും. ക്ഷമ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവോട് ക്ഷമ ചോദിക്കുക. അള്ളാഹുവേ, എനിക്ക് ക്ഷമ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മുമ്പ് നിങ്ങൾ വലിയൊരു പരീക്ഷണത്തെ അതിജീവിച്ചത് ഓർക്കുക. അന്ന് അള്ളാഹു നിങ്ങളെ സഹായിച്ചെങ്കിൽ ഇന്നും അവൻ സഹായിക്കും. ക്ഷമയുടെ ഫലമായി സ്വർഗത്തിൽ ലഭിക്കുന്ന വലിയ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിലെ വിഷമങ്ങളെല്ലാം നിസ്സാരമായി തോന്നും. ഓർക്കുക, ക്ഷമയുടെ പാത കഠിനമായിരിക്കും, പക്ഷേ അതിൻ്റെ അവസാനം മനോഹരമാണ്. അള്ളാഹു നമ്മെ ക്ഷമിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ എളുപ്പമാക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ സന്ദേശം നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.